വിനേഷ് ഫോഗാട്ട് അങ്ങനെ പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് പുറത്തായി. ഗോൾഡൻ ലേഡി ഉറപ്പായിട്ടും ഗോൾഡ് കൊണ്ടുവരും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ പുള്ളിക്കാരി ഔട്ടായിപ്പോയി. പുള്ളിക്കാരി ഔട്ടായി പോയില്ല, പുള്ളിക്കാരി ഔട്ടാക്കി എന്നുള്ളതാണ് സത്യം. 50 കിലോ കാറ്റഗറിയിലാണ് പുള്ളിക്കാരി പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഈ പ്രാവശ്യം. സാധാരണ പുള്ളിക്കാരി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് 55 കിലോ 50 കിലോയിലും ഇവരിങ്ങനെ മാറി മാറി കളിക്കും. എന്താണെന്ന് വെച്ചാൽ 50 കിലോയിൽ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വെയിറ്റ് കൂടുതലായിട്ട് ഇരുന്ന് ശീലിച്ച ആൾക്ക് അവർക്ക് കുറച്ചുകൂടെ പവർ കൂടുതലുണ്ടാകും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അവർ 50 കിലോ കാറ്റഗറിയിൽ ഈസിയായിട്ട് ജയിക്കും. ഇതൊരു കൃത്രിമമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിനേഷ് ഫോഗാട്ടിനെ കുറ്റം പറയല്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു പരിപാടി സാധാരണ എല്ലാ രാജ്യങ്ങളും എല്ലാ നാട്ടുകാരും ചെയ്യാറുണ്ട്. എല്ലാ സ്പോർട്സിലും ഈ വെയിറ്റ് വെച്ചിട്ടുള്ള സ്പോർട്സ് വരുമ്പോൾ അവിടെ ഈ ഒരു കൃത്രിമം കാണിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം വെച്ച പിക്ചറിൽ ഉണ്ടായിരുന്ന 2 പേരെന്ന് പറയുന്നത് ഒന്ന് ഇമാനെ ഖലീഫും പിന്നെ വിനേഷ് ഫോഗാട്ടുമാണ്. ഇമാനെ ഖലീഫിൻ്റെ പിക്ചർ ഞാൻ എന്തുകൊണ്ട് വെച്ചു, അതാണ് ഈ പിക്ചർ ഇമാനെ ഖലീഫാണ്. ഇമാനെ ഖലീഫിൻ്റെ പിക്ചർ ഞാൻ എന്തുകൊണ്ട് വെച്ചു എന്ന് വെച്ചാൽ ഇമാനെ ഖലീഫ് ഒരു XY ക്രോമസോം ഉള്ള ഒരു ആണാണ് എന്ന് പറഞ്ഞ ഒരു ചർച്ച, ആകെ ഒരു പ്രശ്നം അവിടെ ഒളിമ്പിക്സിലുണ്ടായി. നമ്മളൊക്കെ അത് കണ്ടതാണ്, നിങ്ങളൊക്കെ അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരാളിനെ പങ്കെടുക്കാൻ സമ്മതിക്കുന്ന ഒളിമ്പിക്സ് ആ ഒരു സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന സംഭവം, അവർ വിനേഷ് ഫോഗാട്ടിനെ ഔട്ടാക്കാൻ കാരണം വെറും 100 ഗ്രാം ഇന്നലെ കൂടുതലുണ്ടായിരുന്നുകൊണ്ടാണ് എന്നാണ്. പുള്ളിക്കാരിയുടെ മുടി വരെ വെട്ടി, ഡ്രസ്സിൻ്റെ ഷേപ്പൊക്കെ കുറച്ചു, അത് ചെറിയ കുറച്ച് ഗ്രാംസൊക്കെ കുറച്ചു. ഒരു നൈറ്റ് ഫുള്ളെങ്ങാണ്ട് ഒന്നും ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഇരുന്നു. പിന്നെ കുറേ ബ്ലഡ് പുള്ളിക്കാരിയുടെ ബോഡിയിൽ നിന്ന് എടുത്തു മാറ്റി, മുടി വരെ വെട്ടി, പിന്നെ കുറേ സ്വെറ്റ് പുറത്ത് കളഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്വെറ്റ് വരുന്നില്ലായിരുന്നു പുറത്ത്. അപ്പോഴത്തെ വെയിറ്റാണ് 50 കിലോയും 100 ഗ്രാമും. അതിനു മുമ്പേ 52 കിലോയും 500 ഗ്രാമോ എങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഈ 52 കിലോ വരുന്ന ആൾ എന്തുകൊണ്ട് കഴിഞ്ഞ ഈ ഏപ്രിലൊക്കെ 52 കിലോ ആണ് ഇവരുടെ വെയിറ്റ്. അതേ വെയിറ്റാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയിലെങ്ങാണ്ട് പെട്ടെന്ന് കയറി 52 കിലോ ആയെന്ന് തോന്നുന്നു. 52 കിലോ ഒരു കഴിഞ്ഞ മാച്ചിന് മുമ്പേ എങ്ങാണ്ട് അവർ വെയ് ചെയ്തപ്പോൾ, കഴിഞ്ഞ മാച്ച് കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു, വെയ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ആകെ കൂടെ ഉള്ള പ്രശ്നങ്ങൾ. ഒളിമ്പിക് അതോറിറ്റി പറയുന്നത് 100 ഗ്രാമിന് വേണ്ടിയിട്ടല്ല എന്നുള്ള രീതിയിൽ കുറേ ന്യൂസൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. 2.5 കിലോ കൂടുതലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെയാണ് 100 ഗ്രാം കൂടുതലായിരുന്നു. അത് കാരണം അത് മുമ്പേ ഡിസ്ക്വാളിഫൈ ആയി എന്നും പറഞ്ഞ് നമ്മുടെ നാട്ടിൽ തന്നെ കുറേ ആൾക്കാർ ഈ ന്യൂസിനെ മാറ്റിയും മറിച്ചും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ BJP-ക്കാർ ഈ വിനേഷ് ഫോഗാട്ടിന് എതിരാണ്. വിനേഷ് ഫോഗാട്ട് കഴിഞ്ഞ കൊല്ലം ബ്രിജ്ഭൂഷൺ ചരൺ എന്ന് പറയുന്ന നമ്മുടെ ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനും ഈ വിനേഷ് ഫോഗാട്ടും തമ്മിലാകെ ക്ലാഷാണ്. കാരണം വിനേഷ് ഫോഗാട്ട് പറഞ്ഞത് പുള്ളി ഈ ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ആൾ കുറേ ഈ റെസ്ലിങ്ങിലും ഇതിലൊക്കെ വരുന്ന പെൺകുട്ടികളെയൊക്കെ തെറ്റായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ ശ്രമിച്ചു, ഒരുപാട് പെണ്ണുങ്ങൾക്ക് അങ്ങനെ ടോർച്ചർ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിനേഷ് ഫോഗാട്ടും അവളുടെ ചേച്ചിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഗീത ഫോഗാട്ട്. ഇവർ ഫുള്ളായിട്ട് ഒരു ഫോഗാട്ട് ഫാമിലിയാണ്, ഫുള്ള് റെസ്ലിങ്ങിലുള്ളതാണ്. ഇവരുടെ ഒരു കോച്ച് നിങ്ങൾക്കറിയാവുന്നതാണ്, ഈ പുള്ളിക്കാരിയുടെ അച്ഛൻ തന്നെയായിരുന്നു കോച്ച്. അത് കഴിഞ്ഞ് വേറെ ഒരു കോച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ദങ്കൽ എന്ന് പറയുന്ന സിനിമയിൽ ഇവരെക്കുറിച്ചുള്ള റെഫറൻസ് ഉണ്ട്. ഇവരുടെ ജീവിതം കുറച്ചൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ടാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. ഫുൾ ലൈഫ് സ്റ്റോറി എന്നൊക്കെ പറയും, പക്ഷേ ഫുള്ളായിട്ട് ലൈഫ് സ്റ്റോറി കാണിച്ച എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമ ഇറങ്ങിയപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അമീർ ഖാൻ അഭിനയിച്ച സിനിമയാണത്. അപ്പോൾ എന്താണെങ്കിലും വിനേഷ് ഫോഗാട്ട് ഇങ്ങനെ പാർട്ടി നമ്മുടെ BJP-ക്കെതിരെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു, അതുകൊണ്ടാണ് ഇവർ പണി കൊടുത്തത് എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്തൊക്കെയാണേലും ആര് പണി കൊടുത്താണേലും പണി കിട്ടിയതാണേലും പണി കിട്ടിയത് നമ്മുടെ നാടിനാണ്. നമ്മുടെ നാടിന് ഒരു ഗോൾഡ് കിട്ടിയതിന് ആ ഗോൾഡ് ഇല്ലാണ്ടായി. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോഴാണ് പുള്ളിക്കാരി ഒരു 2-3 കിലോ 2.5 കിലോ കുറയ്ക്കാൻ പറ്റാതെയാണ് പുള്ളിക്കാരി ഇപ്പോൾ ഔട്ടായിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ ഒരുപാട് കറുത്ത കൈകൾ പ്രവർത്തിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിലും പിന്നെ വെളിയിലുള്ള ആൾക്കാരുടെയൊക്കെ ഇടയിലുള്ള സംസാരം എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ എന്തൊക്കെയോ ഉണ്ട്, ഒന്നും ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവർക്ക് ഈ റെസ്ലിങ്ങിൽ മാത്രമല്ല, ഈ ബോക്സിങ്, റെസ്ലിംഗ് ഇതുപോലത്തെ ഇതിലൊക്കെ ഇവരുടെ ടീമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ വളരെ പെട്ടെന്നാണ് 4 കിലോ ഒക്കെ കുറയ്ക്കുക. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 2 ദിവസം സമയം വേണ്ടാന്ന് തോന്നി ഇവർക്ക്. ഇവർ ഒരു ദിവസം സമയം കൊണ്ട് തന്നെ 3 കിലോ ഒക്കെ കുറച്ച് കളയും. പക്ഷേ ഇവർക്ക് ആ 100 ഗ്രാം കുറയ്ക്കാൻ പറ്റിയില്ലെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു സംഭവമായി. ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ തന്നെ ആരോ പുള്ളിക്കാരിയെ ചതിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വെളിയിൽ സംസാരം നടക്കുന്നത്. എന്തുകൊണ്ടായാലും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. ഞാൻ ആദ്യം മറ്റേ പുള്ളിക്കാരിയുടെ വെച്ചല്ലോ, ഇമാനെ ഖലീഫ് ബോക്സിങ്ങിൽ ഇറ്റാലിക്കാരിയെ ഇടിച്ച് ഇറ്റാലിക്കാരിയുടെ മൂക്ക് പൊട്ടി പുള്ളിക്കാരി റിങ്ങിൽ നിന്ന് ഇറങ്ങി ഓടുക ചെയ്തത്. ഇറങ്ങി ഓടിയില്ല, ഞാൻ നിർത്തുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ലിറ്ററലി പറയുമ്പോൾ റിങ്ങിൽ നിന്ന് ഇറങ്ങി ഓടി എന്ന് വേണേൽ പറയാം. അയ്യോ എനിക്കിത് ഫൈറ്റ് പറ്റില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ഇമാനെ ഖലീഫ് എന്ന് പറയുന്ന ആ വ്യക്തി, പുള്ളിക്കാരി ലേഡീസിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പക്ഷേ പുള്ളിക്കാരിക്ക് XY ക്രോമസോം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കൊല്ലം ഇന്ത്യയിൽ നടന്ന ബോക്സിങ് സംഭവത്തിൽ പുള്ളിക്കാരിയെ ഡിസ്ക്വാളിഫൈ ചെയ്തതാണ്. അപ്പോൾ അതേ ആളാണ് ഇപ്പോൾ ഒളിമ്പിക്സിൽ പോയിട്ട് ഒളിമ്പിക്സിൽ ഗോൾഡ് അടിക്കുന്നത്.
അപ്പോൾ അങ്ങനത്തെ ഒളിമ്പിക്സിൽ അങ്ങനെ ഇളവുകളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളെ ഇന്ത്യക്കാരിയായ വിനേഷ് ഫോഗാട്ടിന് എന്തുകൊണ്ട് 100 ഗ്രാമിന് ഇളവ് കൊടുത്തില്ല എന്നുള്ള ഒരു സംസാരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ, പിന്നെ വെളിയിൽ ഈ സ്പോർട്സൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫുള്ളായിട്ട് സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്. നമുക്ക് എന്താ പറയുക, അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ്സ് കാണാം. എന്തൊക്കെ സംഭവിക്കും ഇതിൽ, എന്തൊക്കെയാണ് ഇതിൽ നിന്ന് വരാൻ പോകുന്ന സംഭവങ്ങൾ, ഇതിന് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്തൊക്കെ പുറത്തു വരും എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. ഇത് വെറുതെ പോവില്ല.